നേരെ കൊച്ചിയിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ഒരു ദുരൂഹതയുമായി ബന്ധപ്പെട്ട വാർത്ത വരികയാണ്. ഒരു സ്ത്രീയുടെ മൃതദേഹം അവിടെ ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഒരു വീടിന് സമീപത്ത് നിന്നാണ് ഈ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് കൊലപാതകം തന്നെ ആകാനാണ് സാധ്യത. എന്തായാലും ജോർജ് എന്നയാളെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കാരണം ഈ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയത് ഒരു വീടിന്റെ വളപ്പിൽ നിന്നാണ്. അതിനാൽ ഈ വീട്ടുടമയുടെ പേരാണ് ജോർജ്. മാത്രമല്ല ഇയാൾ ഇന്ന് രാവിലെ 4 മണിക്ക് അയൽവക്കത്തെ വീടുകളിലേക്ക് പോയിരുന്നുവെന്ന് പ്രദേശവാസികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജോർജിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മിഥുൻ അയ്യപ്പൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ഈ ചാക്കിൽ കെട്ടിയ നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതൊരു കൊലപാതകത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ജോർജിനെ കസ്റ്റഡിയിലെടുത്തതിന്റെ അടിസ്ഥാനം എന്താണ്? പ്രാഥമികമായി ഇതൊരു കൊലപാതകം തന്നെയെന്നാണ് പോലീസ് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ഈ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. അവിടെ ഈ ജോർജിനെ കസ്റ്റഡിയിലെടുത്ത് ഈ ജോർജിന്റെ വീട്ടിലേക്കുള്ള വഴിയിലാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വഴിയിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജോർജിനെ കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്തത്. ഒപ്പം തന്നെ ഈ പ്രദേശത്തെ മറ്റു വീടുകളിലും ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടി ജോർജ് എത്തിയിരുന്നു എന്ന് പ്രാഥമികമായി നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ ജോർജിനെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. ഈ ജോർജ് ഭാര്യയുമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. പക്ഷേ കുറച്ച് ദിവസമായി ഈ വീട്ടിൽ ഭാര്യ ഇല്ലായിരുന്നു. ജോർജ് മാത്രമാണ് താമസിച്ചിരുന്നത്. ഈ സ്ത്രീയുടെ മൃതദേഹം ഇവിടെ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. സ്ത്രീ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. സ്ത്രീ ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട്. തിരിച്ചറിയാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഏതെങ്കിലും സ്ത്രീകളെ കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വിശദമായിട്ടുള്ള അന്വേഷണം ഈ ഘട്ടത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. ജോർജിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ജോർജിനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ കൊലപാതകത്തിൽ ജോർജിന്റെ പങ്കുണ്ടോ എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ജോർജ് പുലർച്ചെ 4 മണിക്ക് സമീപ വീടുകളിലേക്ക് എത്തിയത് എന്തിനായിരുന്നതിനെ സംബന്ധിച്ചുള്ള ജോർജിന്റെ ഈ ഇടപാടുകളും ഇത്തരത്തിലുള്ള നീക്കങ്ങളും ചില ദുരൂഹത ഉയർത്തുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ജോർജിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പ്രാഥമികമായി ഈ സ്ത്രീ ആരാണ്, ഈ മരിച്ച സ്ത്രീ ആരാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. ഗൗതം. ഏതായാലും വലിയ ദുരൂഹതയുള്ള ഒരു സംഭവമാണ്. കൊച്ചിയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഈ സ്ത്രീ ആരാണ് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പോലീസ് കൈമാറുന്നില്ല. അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ ഇനിയും നടക്കേണ്ടതുണ്ട്. പക്ഷേ ജോർജ് എന്നയാളെ കസ്റ്റഡിയിലെടുത്തു. ഇയാൾ ഈ ഘട്ടത്തിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. ഇയാളുടെ വീട്ടുവളപ്പിലാണ് ഈ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 4:30 സമയത്ത് ഇയാൾ പ്രദേശവാസികളെ കാണുകയും ചില ആശയക്കുഴപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജോർജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും കുറ്റസമ്മതം ഇയാൾ നടത്തിയിരിക്കുന്നു എന്നാണ് മിഥുൻ അയ്യപ്പൻ കൊച്ചിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത്.